ഡിയർ സ്റ്റുഡൻസ്, ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ സെക്കൻഡ് ചാപ്റ്ററായ ജൈസ സവാൽ വൈസ ജവാബ് നമുക്ക് മനസ്സിലാക്കാം. ജൈസ സവാൽ വൈസ ജവാബ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ചോദ്യമാണോ അങ്ങനെ തന്നെയുള്ള ഉത്തരവും. ജൈസ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള, സവാൽ ചോദ്യം, വൈസ അങ്ങനെ തന്നെയുള്ള, ജവാബ് ഉത്തരം. बादशाह अकबर अपने मंत्री बीरबल को बहुत पसंद करता था. बीरबल की बुद्धि के आगे बड़े बड़ों की भी कुछ भी नहीं चल पाती थी. इसी कारण कुछ दरबारी बीरबल से जलते थे. वे बीरबल को मुसीबत में फंसाने के तरीके सोचते रहते थे. അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനാണ് ബീർബൽ. തൻ്റെ 30-ാം വയസ്സിൽ അദ്ദേഹം അക്ബർ ചക്രവർത്തിയുടെ വിശ്വസ്ത സേവകനായി. ബീർബലിൻ്റെ ബുദ്ധിശക്തി പ്രശസ്തമാണ്. ബീർബലിൻ്റെ ബുദ്ധിശക്തിയിൽ രാജാവ് സന്തുഷ്ടനായിരുന്നു. അദ്ദേഹം ലളിതമായി ചിന്തിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയിരുന്നു. ബാദ്ഷാ അക്ബർ अपने मंत्री बीरबल को बहुत पसंद करता था. രാജാവ് അക്ബർ രാജാവ് തൻ്റെ മന്ത്രിയായ ബീർബലിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ബീർബൽ की बुद्धि के आगे बड़े बड़ों की भी कुछ नहीं चल पाती थी. അതായത് ബീർബലിൻ്റെ അടുത്ത് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു. ബീർബലിൻ്റെ ബുദ്ധിക്ക് മുന്നിൽ മറ്റുള്ളവരുടെ, അവരെത്ര വലിയവരാണെങ്കിലും അവർ പറയുന്നതൊന്നും ശരിയാകുമായിരുന്നില്ല. ബീർബലിൻ്റെ തീരുമാനമനുസരിച്ചാണ് രാജാവ് അക്ബർ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഇസി കാരൻ കുച്ച് ദർബാരി ബീർബൽ സെ ജൽത്തേ ഥേ. ഈ കാരണം കൊണ്ട് കുച്ച് ദർബാരി എന്ന് പറഞ്ഞാൽ രാജസദസ്സിലുള്ള ആളുകൾ, മറ്റു പണ്ഡിതന്മാർ. ദർബാർ എന്ന് പറഞ്ഞാൽ രാജസദസ്. ദർബാറിലുള്ള ആളുകൾക്ക് ബീർബലിനോട് അസൂയ തോന്നിയിരുന്നു. ജൽത്തേ ഥേ എന്ന് പറഞ്ഞാൽ അസൂയ തോന്നിയിരുന്നു. ജൽന എന്ന വേർഡിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് കത്തുക, ജൽന കത്തുക. ഇവിടെ ജൽന എന്ന വേർഡിൻ്റെ അർത്ഥം അസൂയ എന്നാണ്. വേ ബീർബൽ കോ മുസീബത്ത് മേ ഫസാനെ കെ തരീക്കെ സോച്തേ രഹ്തേ ഥേ. അവർ ബീർബലിനെ, മുസീബത്ത് എന്ന് പറഞ്ഞാൽ കുഴപ്പങ്ങളിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൽ, ഫസാനേക്ക് എന്ന് പറഞ്ഞാൽ അകപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള, തരീക്ക വഴി, കുഴപ്പങ്ങളിൽ അകപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വഴികൾ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. ഈ രാജസദസ്സിലുള്ള മറ്റാളുകൾ ബീർബലിനെ കുഴപ്പങ്ങളിൽ അകപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വഴികൾ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. अकबर के एक खास दरबारी ख्वाजा सरा को अपनी विद्या और बुद्धि पर बहुत अभिमान था. बीरबल को तो वे अपने सामने निरा बालक और मूर्ख समझते थे, लेकिन अपने ही मानने से तो कुछ होता नहीं. दरबार में बीरबल की ही तूती बोलती और ख्वाजा साहब की बात ऐसी लगती थी जैसे नक्कार खाने में तूती की आवाज़. ख्वाजा साहब की चलती तो वे बीरबल को हिंदुस्तान से निकलवा देते, लेकिन निकलवाते कैसे? അക്ബർ കെ ഏക് ഖാസ് ദർബാരി. അക്ബർ രാജാവിൻ്റെ ഖാസ് ദർബാരി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കോർട്ടിയർ. ഒരു സ്പെഷ്യൽ കോർട്ടിയർ ആയിരുന്ന ഖ്വാജ സറായ്ക്ക് തൻ്റെ വിദ്യ എന്ന് പറഞ്ഞാൽ അറിവിലും ബുദ്ധിയിലും വളരെയധികം അഹങ്കാരമായിരുന്നു. തനിക്ക് നല്ല അറിവുണ്ട്, ബുദ്ധിയുണ്ട് എന്നൊക്കെയുള്ള വിചാരമായിരുന്നു അദ്ദേഹത്തിന് അഹങ്കാരമായിരുന്നു. ബീർബൽ को तो वे अपने सामने निरा बालक और मूर्ख समझते थे. ബീർബലിനെ അദ്ദേഹം തൻ്റെ മുന്നിൽ നിരാബാലക് എന്ന് പറഞ്ഞാൽ സ്മോൾ ചൈൽഡ്, ഒരു ചെറിയ കുട്ടിയായിട്ടും വിഡ്ഢിയായിട്ടുമായിരുന്നു മനസ്സിലാക്കിയിരുന്നത്, കരുതിയിരുന്നത്. ലേക്കിൻ അപ്നെ ഹി മാനനെ സെ തോ കുച്ച് ഹോത്താ നഹി. പക്ഷേ സ്വയം തീരുമാനിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. താൻ വലിയ ബുദ്ധിമാനാണ്, അറിവുള്ളവനാണ് എന്നൊക്കെ സ്വയം പറഞ്ഞു നടന്നതുകൊണ്ട് കാര്യമില്ല. മറ്റുള്ളവർക്ക് കൂടി അത് തോന്നണ്ടേ. ദർബാർ മേ ബീർബൽ കി ഹി തൂത്തി ബോൽത്തി. ദർബാറിൽ, രാജസദസ്സിൽ ബീർബലിനെ തന്നെ സ്തുതിച്ചു കൊണ്ടേയിരുന്നു. ബീർബലിൻ്റെ ബുദ്ധിയെക്കുറിച്ചും എല്ലാം പറഞ്ഞുകൊണ്ടേയിരുന്നു. ആളുകൾ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരുന്നു. തൂത്തി ബോൽന എന്ന് പറഞ്ഞാൽ സ്തുതിച്ച് പറയുക, പ്രഭാവ് ഹോന. അവരെ സ്തുതിച്ചു കൊണ്ടേയിരുന്നു. ഖ്വാജ സാഹബ് കി ബാത് ഏസി ലഗ്തി തി ജൈസെ നക്കാർ ഖാനെ മേ തൂത്തി കി ആവാസ്. ഖ്വാജ സാഹബിൻ്റെ കാര്യങ്ങൾ, സംസാരം എങ്ങനെയായിരുന്നു ആളുകൾക്ക് അവിടെ തോന്നിയിരുന്നത്? ഏസെ ലഗ്തി തി ജൈസെ നക്കാർ ഖാനെ മേ തൂത്തി കി ആവാസ്. നക്കാർ ഖാനെ മേ തൂത്തി കി ആവാസ് എന്ന് പറയുന്നത് ഒരു മുഹാവരയാണ്, അതായത് ഒരു ഭാഷാ ശൈലിയാണ്. അതിൻ്റെ അർത്ഥം ചോട്ടെ ലോഗോं की बात बड़े लोगों के बीच न सुनाई देना. ചെറിയ ആളുകൾ പറയുന്ന കാര്യങ്ങൾ വലിയ ആളുകളുടെ ഇടയിൽ കേൾക്കാതിരിക്കുക. അതായത് ഇവിടെ ഈ ഭാഷാ ശൈലിയിൽ പറഞ്ഞിരിക്കുന്നത്
പെരുമ്പറ കൊട്ടുന്നിടത്ത് ചെറിയ ഓടക്കുഴലിൻ്റെ ശബ്ദം പോലെയെന്ന്. അതായത് പെരുമ്പറ കൊട്ടുമ്പോൾ ഓടക്കുഴലിൻ്റെ ശബ്ദം കേൾക്കില്ല. നക്കാര, നഗാഡ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ തരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് പെരുമ്പറ എന്ന് പറയും. അപ്പോൾ പെരുമ്പറ കൊട്ടുന്നിടത്ത് ചെറിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റായ ഓടക്കുഴൽ, തൂത്തി എന്ന് പറയുന്നത് ഓടക്കുഴൽ പോലെയുള്ള ഒരു ചെറിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്, അതിൻ്റെ ശബ്ദം കേൾക്കില്ല. അതുമായിട്ടാണ് ഇവിടെ ഖ്വാജ സരായിയുടെ ശബ്ദവും ബീർബലിൻ്റെ വാക്കുകളും തമ്മിൽ ഉപമിച്ചിരിക്കുന്നത്. ബീർബലിൻ്റെ വാക്കുകളുടെ ഇടയിൽ ഖ്വാജ സര പറയുന്ന കാര്യങ്ങൾ ആരും കേൾക്കില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഖ്വാജ സാഹബ് കി ചൽത്തി തോ വേ ബീർബൽ കോ ഹിന്ദുസ്ഥാൻ സെ നിക്കൽവാ ദേത്തെ. അഥവാ ഖ്വാജ സാഹബ് പറയുന്നതാണ് എല്ലാവരും കേൾക്കുന്നതെങ്കിൽ അദ്ദേഹം ബീർബലിനെ ഭാരതത്തിൽ നിന്ന് തന്നെ പുറത്താക്കുമായിരുന്നു. ലേക്കിൻ നിക്കൽവാത്തെ കേസ്, പക്ഷെ എങ്ങനെ പുറത്താക്കും? കാരണം അദ്ദേഹം പറയുന്നത് ആരും കേൾക്കില്ല. ഖ്വാജ സര പറയുന്നത് ആരും കേൾക്കില്ല. എല്ലാവരും ബീർബൽ പറയുന്നതാണ് അനുസരിക്കുന്നത്. एक दिन ख्वाजा ने बीरबल को मूर्ख साबित करने के लिए बहुत सोच विचार कर कुछ मुश्किल प्रश्न सोच लिए. उन्हें विश्वास था कि बादशाह के उन प्रश्नों को सुनकर बीरबल के चक्के छूट जाएंगे और वह लाख कोशिश करके भी संतोषजनक उत्तर नहीं दे पाएगा. फिर बादशाह मान लेगा कि ख्वाजा सरा के आगे बीरबल कुछ नहीं है. एक दिन ख्वाजा ने बीरबल को मूर्ख साबित करने के लिए, ഒരു ദിവസം ഖ്വാജ സര ബീർബലിനെ ബീർബൽ വിഡ്ഢിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്, സാബിത് കർണ എന്ന് പറഞ്ഞാൽ തെളിയിക്കുക, ബീർബൽ വിഡ്ഢിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ബഹുത് സോച്ച് വിചാർ കർ, വളരെയധികം ചിന്തിച്ചിട്ട്, കുച്ച് മുഷ്കിൽ പ്രശ്ന സോച്ച് ലിയെ, എന്നിട്ട് വളരെ പ്രയാസപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ തീരുമാനിച്ചു, ചിന്തിച്ചെടുത്തു. ഉന്നെ വിശ്വാസ് താ കി ബാദ്ഷാ കെ ഉൻ പ്രശ്നോं को सुनकर बीरबल के चक्के छूट जाएंगे. അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു, രാജാവ് ഈ ചോദ്യങ്ങൾ ബീർബലിനോട് ചോദിച്ചാൽ ബീർബൽക്ക് ചക്കേ ചൂട്ട് ജായെങ്കിൽ, ചൂട്ട് ജാന എന്ന് പറഞ്ഞാൽ അതും ഹിന്ദിയിലെ ഒരു ഭാഷാ ശൈലിയാണ്. അതിൻ്റെ അർത്ഥം കോയി ഉപായന സൂചന, ഉപായം കണ്ടെത്താനാകാതിരിക്കുക, അല്ലെങ്കിൽ ബുദ്ധി കാം ന കർണ. അപ്പം ഖ്വാജ സര എന്താണ് ചിന്തിച്ചത്? രാജാവ് അക്ബർ ബീർബലിനോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ബീർബലിന് അതിനൊരു ഉപായം കണ്ടെത്താനാകില്ല, അദ്ദേഹത്തിൻ്റെ ബുദ്ധി വർക്ക് ചെയ്യില്ല എന്ന് ഖ്വാജ സര ചിന്തിച്ചു. ഓർ വ ലാഖ് കോശിഷ് കർക്കെ ബി, അദ്ദേഹം എത്ര ശ്രമിച്ചാലും, ബീർബൽ എത്ര ശ്രമിച്ചാലും സന്തോഷജനക് ഉത്തർ നഹി ദേ പായേഗ, അതിന് തൃപ്തികരമായ, സന്തോഷജനക് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ടറി, എല്ലാവരും സമ്മതിക്കുന്ന, എല്ലാവർക്കും തൃപ്തികരമായ ഒരു ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് ആകില്ല എന്ന് ഖ്വാജ സര ചിന്തിച്ചു. ഫിർ ബാദ്ഷാ മാൻ ലേഗാ കി ഖ്വാജ സര കെ ആകെ ബീർബൽ കുച്ച് നഹീ ഹൈ. അപ്പോൾ രാജാവ് തീരുമാനിക്കും, രാജാവിന് മനസ്സിലാകും ഈ ഖ്വാജ സരയുടെ മുമ്പിൽ ബീർബൽ ഒന്നുമല്ല, ഖ്വാജ സരയുടെ ബുദ്ധിയുടെ മുമ്പിൽ, അറിവിൻ്റെ മുമ്പിൽ ബീർബൽ ഒന്നുമല്ല എന്ന് രാജാവിന് മനസ്സിലാകുമെന്ന് ഖ്വാജ സര ചിന്തിച്ചു. ഖ്വാജ സര എന്താണ് ചിന്തിച്ചത്? രാജാവ് ബീർബലിനോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ബീർബലിന് ഉത്തരം പറയാൻ കഴിയില്ല. അപ്പോൾ രാജാവിന് മനസ്സിലാകും, രാജാവ് അത് വിശ്വസിക്കും, എനിക്കാണ്, ഖ്വാജ സരയ്ക്കാണ് അറിവും ബുദ്ധിയുമൊക്കെ കൂടുതലുള്ളത്, ബീർബൽ എൻ്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് രാജാവ് വിശ്വസിക്കും എന്ന് ഖ്വാജ സര ചിന്തിച്ചു. കോശിഷ് കർണ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക, സന്തോഷജനക് തൃപ്തികരമായ, മാന്ന വിശ്വസിക്കുക. ख्वाजा साहब अचकन पगड़ी पहनकर दाढ़ी सहलाते हुए अकबर के पास पहुँचे और सिर झुकाकर बोले, बीरबल बड़ा बुद्धिमान बनता है, आप भी उसकी लंबी चौड़ी बातों के धोखे में आ जाते हैं. मैं चाहता हूँ कि आप मेरे 3 सवालों के जवाब पूछकर उसके दिमाग की गहराई नाप ले. उस निकली अक्ल बहादुर की कलई खुल जाएगी. ഖ്വാജ സാഹബ് എന്താണ് ചെയ്തത്? ഖ്വാജ സാഹബ് അച്കൻ പഗടി പഹൻകർ, അച്കൻ എന്ന് പറഞ്ഞാൽ നീണ്ട ഡ്രസ്സും, പഗടി എന്ന് പറഞ്ഞാൽ തലപ്പാവും ധരിച്ചുകൊണ്ട്, തൻ്റെ താടി സഹലാത്തെ ഹുവേ, സഹലാൻ എന്ന് പറഞ്ഞാൽ തഴുകുക, താടിയിൽ തഴുകിക്കൊണ്ട് അക്ബർക്കെ പാസ് പഹുഞ്ചെ, അക്ബർ രാജാവിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. ഓർ സിർ ജുക്കാക്കർ, എന്നിട്ട് തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, ബോൾന എന്ന് പറഞ്ഞാൽ പറയുക, തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. ഖ്വാജ സാഹബ് എന്താണ് ചെയ്തത്?
നീണ്ട ഡ്രസ്സും തലപ്പാവുമൊക്കെ ധരിച്ചുകൊണ്ട് തൻ്റെ താടിയിൽ തഴുകിക്കൊണ്ട് അക്ബർ രാജാവിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. എന്നിട്ട് തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, ബീർബൽ ബടാ ബുദ്ധിമാൻ ബൻതാ ഹെ. ബീർബൽ വലിയ ബുദ്ധിമാനാവുന്നുണ്ട്. ആപ്പി ഉസ്കി ലംബി ചോടി ബാത്തോങ്കി ധോക്കെ മേ ആ ജാത്തെ ഹെ. നിങ്ങളും അദ്ദേഹത്തിൻ്റെ വലിയ വലിയ കാര്യങ്ങളിൽ അതിൽ നിങ്ങളും വിശ്വസിക്കുന്നുണ്ട്. ലംബി ചോടി ബാത്ത എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ. ധോക്കേമേ അജാന എന്ന് പറഞ്ഞാൽ വഞ്ചിക്കപ്പെടുക. അദ്ദേഹം പറയുന്ന വലിയ വലിയ കാര്യങ്ങളിൽ നിങ്ങളും വഞ്ചിക്കപ്പെടുകയാണ്. मैं चाहता हूँ कि आप मेरे 3 सवालों के जवाब पूछकर उसके दिमाग की गहराई नाप ले. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ബീർബലിനോട് 3 ചോദ്യങ്ങൾ ചോദിക്കണം. സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം എന്താണെന്ന് പറയണം. ഉസ്കെ ദിമാഗി ഗഹരായി നാപ്ലെ. എന്നിട്ട് അദ്ദേഹത്തിന് എത്ര ബുദ്ധിയുണ്ട് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ദിമാഗി ഗഹരായി നാപ്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര ബുദ്ധിയുണ്ട് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഉസ് നഖലി അഖിൽ ബഹാദൂർ കി കലയി ഖുൽ ജായേഗ. അപ്പോൾ എന്താ സംഭവിക്കുക? ഉസ് നഖലി അഖിൽ ബഹാദൂർ. നഖലി എന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള. അഖിൽ ബഹാദൂർ എന്ന് പറഞ്ഞാൽ അപ്പനെ ആപ്കോ ബുദ്ധിമാൻ ബോൾനെ വാല. സ്വയം പൊക്കി പറയുന്ന, താൻ ബുദ്ധിമാനാണെന്ന് പൊക്കി പറയുന്ന ബീർബലിൻ്റെ കലയി ഖുൽ ജായകി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സത്യം എന്താണെന്ന് മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ അസ്ലിയത്ത് പത്താ ചൽ ജായകി. സത്യം എന്താണെന്ന് മനസ്സിലാകും. ഖ്വാജ സര രാജാവിനോട് എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ഈ 3 ചോദ്യങ്ങളും ബീർബലിനോട് ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം പറയണം. എന്നിട്ട് അദ്ദേഹത്തിന് എത്രത്തോളം ബുദ്ധിയുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആ നഖ്ലി അഖിൽ ബഹാദൂർ, അതായത് വ്യാജ ബുദ്ധിമാൻ്റെ കലയെ ഖുൽ ജായകി, അസ്ലിയത്ത് പത്താ ചൽ ജായകി, അത് സത്യം എന്താണെന്ന് മനസ്സിലാകും. ख्वाजा के अनुरोध करने पर अकबर ने बीरबल को बुलाया और उनसे कहा, बीरबल, परमज्ञानी ख्वाजा साहब तुमसे 3 प्रश्न पूछना चाहते हैं. क्या तुम उनके उत्तर दे सकोगे? ख्वाजा के अनुरोध करने पर, ख्वाജ സാഹിബിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട്, അനുരോധ എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട്, അക്ബറിനെ ബീർബൽക്കോ ബുലായ, അക്ബർ രാജാവ് ബീർബലിനെ വിളിച്ചു. और उनसे कहा, എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ബീർബൽ, പരംജ്ഞാനി ഖ്വാജ സാഹബ് തുംസെ 3 പ്രശ്ന പൂച്ഛനാ ചാഹത്തെ. പരംജ്ഞാനി എന്ന് പറഞ്ഞാൽ എല്ലാം അറിവുള്ള പരമജ്ഞാനിയായ ഖ്വാജ സാഹബ് നിങ്ങളോട് 3 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്യാ തും ഉൻകെ ഉത്തർ ദേ സകോഗെ. നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം പറയുവാൻ കഴിയുമോ? ബീർബൽ ബോലെ. അപ്പോൾ ബീർബൽ എന്താണ് പറഞ്ഞത്? ജഹാംപന, മഹാരാജാവേ, ജറൂർ ദൂങ്ക, തീർച്ചയായും തരാം. ഖുഷി സേ പൂച്ചെ, സന്തോഷത്തോടു കൂടി ചോദിച്ചാലും. ഖ്വാജ സാഹബ് ने अपने तीनों सवाल लिखकर बादशाह को दे दिए. ഖ്വാജ സാഹബ് അപ്പോൾ എന്ത് ചെയ്തു? തൻ്റെ 3 ചോദ്യങ്ങളും എഴുതിയിട്ട് രാജാവിൻ്റെ കയ്യിൽ കൊടുത്തു. അക്ബർ ने बीरबल से ख्वाजा का पहला प्रश्न पूछा. അക്ബർ രാജാവ് ബീർബലിനോട് ഖ്വാജ സാഹിബിൻ്റെ ആദ്യത്തെ ചോദ്യം ചോദിച്ചു. संसार का केंद्र कहाँ है. ലോകത്തിൻ്റെ കേന്ദ്രം എവിടെയാണ്? ലോകത്തിൻ്റെ സെൻറ്റർ എവിടെയാണ്? बीरबल ने तुरंत ज़मीन पर अपनी छड़ी गाड़ कर उत्तर दिया, यही स्थान चारों ओर से दुनिया के बीचों बीच पड़ता है. यदि ख्वाजा साहब को विश्वास न हो तो वे फीते से सारी दुनिया को नाप कर दिखा दे कि मेरी बात गलत है. बीरबल ने तुरंत ज़मीन पर अपनी छड़ी എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക്, വടി, ഗാഡ്കർ കുഴിച്ചിടുക, ഗാഡ്കർ എന്ന് പറഞ്ഞാൽ കുഴിച്ചിട്ടിട്ട്, ഉത്തർ ദിയ. ബീർബൽ എന്താണ് ചെയ്തത്? തുരന്ത്, പെട്ടെന്ന് തന്നെ, ജമീൻ പർ, നിലത്ത്, ഗ്രൗണ്ടിൽ തൻ്റെ വടി കുഴിച്ചിട്ടിട്ട് ഉത്തരം പറഞ്ഞു. യഹി സ്ഥാൻ ചാരോ ഓർ സെ ദുനിയാക്കി ബീച്ചോ ബീച്ച് പെടുത്ത ഹെ. ഈ ചുറ്റുപാടിൽ നിന്നും 4 ഭാഗത്തു നിന്നും ഈ ലോകത്തിൻ്റെ ഏറ്റവും നടുവിലായിട്ട് ഈ സ്ഥലമാണ് വരുന്നത് എന്ന് പറഞ്ഞു. യദി ഖ്വാജ സാഹബ്ക്കോ വിശ്വാസ് ന ഹോത്തോ, ഖ്വാജ സാഹിബിന് വിശ്വാസമില്ലെങ്കിൽ വെ ഫീത്തെ സെ സാരി ദുനിയാക്കോ നാപ് കർ ദിഖാതെ. ഫീത്ത എന്ന് പറഞ്ഞാൽ മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ലോകം മുഴുവനും നാപ്ന എന്ന് പറഞ്ഞാൽ അളക്കുക, അളന്നിട്ട് കാണിച്ചു തരട്ടെ. കി മേരി ബാത് ഗലത് ഹെ, ഞാൻ പറയുന്നത് തെറ്റാണെന്ന് അദ്ദേഹം ടേപ്പ് കൊണ്ട് അളന്നിട്ട് കാണിച്ചു തരട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അക്ബറിനെ ദൂസരാ പ്രശ്ന കിയ. അക്ബർ രാജാവ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. ആകാശമേ കിത്തനെ താരേ ഹെ, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? ലോകത്തിൻ്റെ കേന്ദ്രം, അതായത് ലോകത്തിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ബീർബൽ എന്താണ് ചെയ്തത്?
താൻ നിൽക്കുന്നിടത്ത് പെട്ടെന്ന് തന്നെ ഒരു വടിയെടുത്തിട്ട് കുഴിച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു, 4 ഭാഗത്തു നിന്നും ലോകത്തിൻ്റെ നടുവിലായിട്ട് ഈ സ്ഥലമാണ് വരുന്നത് എന്ന് പറഞ്ഞു. അഥവാ ഖ്വാജ സാഹിബിന് വിശ്വാസമില്ലെങ്കിൽ മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ലോകം മുഴുവൻ അളന്ന് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം പിന്നീട് അക്ബർ രാജാവ് രണ്ടാമത്തെ ചോദ്യം എന്താണ് ചോദിച്ചത്? ആകാശമേ കിത്തനെ താരേ ഹെ, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? बीरबल ने एक बेड मंगवाकर कहा, इस बेड के शरीर में जितने बाल हैं उतने ही तारे आसमान में हैं. ख्वाजा साहब को इसमें संदेह हो तो वे बालों को गिनकर तारों की संख्या से तुलना कर ले. അപ്പോൾ ബീർബൽ എന്താണ് ചെയ്തത്? ബീർബലിനെ ഏക് ബേഡ് മംഗവാക്കർ, ബേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഷീപ്പ്, ഒരു ആടിനെ കൊണ്ടുവരാൻ പറഞ്ഞു. മംഗവാക്കർ കഹ, കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഇസ് ബേഡ് കെ ശരീർ മേ ജിത്തനെ ബാൽ ഹെ, ഈ ആടിൻ്റെ ശരീരത്തിൽ എത്ര ഹെയർസ് ഉണ്ട് ഉത്തനെ ഹി താരെ ആസ്മാൻ മേ ഹെ, അത്രയ്ക്ക് സ്റ്റാർസ് ആകാശത്തിലുണ്ട്, നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ട്. ഖ്വാജ സാഹബ് കോ ഇസ്മേ संदेह हो तो वे बालों को गिनकर तारों की संख्या से तुलना कर ले. ഖ്വാജ സാഹിബിന് സന്ദേഹം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അദ്ദേഹം ഈ ആടിൻ്റെ മുടികൾ എണ്ണി നോക്കിയിട്ട് നക്ഷത്രത്തിൻ്റെ എണ്ണവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കട്ടെ. തുലനാകരണ എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. നടക്കാത്ത കാര്യമായിരുന്നു. അബ് അക്ബറിനെ തീസ്ര സവാൽ കിയ. ഇപ്പോൾ അക്ബർ രാജാവ് മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു. സംസാർ കി ആബാദി കിത്തനി ഹെ, ലോകത്തിലെ ജനസംഖ്യ എത്രയാണ്? ആബാദി എന്ന് പറഞ്ഞാൽ ജനസംഖ്യ, പോപ്പുലേഷൻ എത്രയാണ്? बीरबल ने कहा, जहाँ पना संसार की आबादी पल पर घटती बढ़ती रहती है, क्योंकि हर पल लोगों का मरना जीना लगा ही रहता है. इसलिए यदि सभी लोगों को एक जगह इकट्ठा किया जाए तभी उनको गिनकर ठीक ठीक संख्या बताई जा सकती है. അപ്പോൾ ബീർബൽ എന്താണ് ഉത്തരം പറഞ്ഞത്? ജഹാംപന, മഹാരാജാവേ, സംസാർ കി ആബാദി പൽ പൽ ബർ ഘട്തി ബഡ്തി രഹത്തി ഹെ, ലോകത്തിലെ ജനസംഖ്യ ഓരോരോ നിമിഷത്തിലും ഘടത്തി കുറയുകയും കൂടുകയും, ഘടന എന്ന് പറഞ്ഞാൽ കുറയുക, ബഡ്ന കൂടുക, കുറയുകയും കൂടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ഹർ പൽ ലോഗോं का मरना जीना लगा ही रहता है, ഓരോരോ സമയത്തും ആളുകൾ മരിക്കുകയും ജനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ചിലയിടങ്ങളിൽ ആളുകൾ മരിക്കുന്നു, ചിലയിടങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. इसलिए यदि सभी लोगों को एक जगह इकट्ठा किया जाए, അതുകൊണ്ട് എല്ലാ ആളുകളെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ, യതി എന്ന് പറഞ്ഞാൽ എങ്കിൽ, ഇക്കട്ടാക്കർണ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ, തബി ഉൻകോ ഗിൻകർ, അപ്പോൾ അവരെ എണ്ണിയിട്ട്, ടീക് ടീക് സംഖ്യ, ശരിയായ എണ്ണം, ബത്തായി ജാ സക്തി ഹെ, അപ്പോൾ ശരിയായ എത്ര എണ്ണമുണ്ട്, ശരിയായ സംഖ്യ പറയാൻ കഴിയും. എല്ലാവരെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ അവരെ എണ്ണിയിട്ട് എത്ര ആളുകളുണ്ട് എന്ന് എണ്ണിയിട്ട് പറയാൻ കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞു. बादशाह तो बीरबल के उत्तरों से संतुष्ट हो गया, लेकिन ख्वाजा साहब नाक भौं सिकोड़ कर बोले, ऐसे गोलमोल जवाबों से काम नहीं चलेगा जनाब. बादशाह तो बीरबल के उत्तरों से संतुष्ट हो गया. അക്ബർ രാജാവ് ബീർബലിൻ്റെ ഉത്തരങ്ങളിൽ സന്തുഷ്ടനായി, അദ്ദേഹത്തിന് സന്തോഷമായി. ലേക്കിൻ ഖ്വാജ സാഹബ് നാക് ബോ സിക്കോഡ്കർ പോലെ, നാക് ബോ സിക്കോഡ്കർ എന്ന് പറഞ്ഞാൽ ഇതും ഒരു ഭാഷാ ശൈലിയാണ്. ഇതിൻ്റെ അർത്ഥം കിസി ചീസ് കാ പസന്ത് നാന, ചില കാര്യങ്ങൾ ഇഷ്ടമില്ലാതിരിക്കുക, ദേഷ്യം വരുമ്പോഴുള്ള എക്സ്പ്രഷൻ, അതാണ് നാക് ബോ സിക്കോഡ്കർ എന്ന് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഏസെ ഗോൽ മോൾ ജവാബോं से काम नहीं चलेगा जनाब. ഇങ്ങനെയുള്ള ഗോൽ മോൾ എന്ന് പറഞ്ഞാൽ ട്രിക്കി ആയിട്ടുള്ള, കൺഫ്യൂസിങ് ആയിട്ടുള്ള ആൻസർ കൊണ്ട് കാം നഹി ചലേഗ ജനാബ്, ഇങ്ങനെയുള്ള മനുഷ്യനെ വട്ടം കറക്കുന്ന ആൻസർ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല സാറേ എന്ന് ബീർബലിനോട് ഖ്വാജ സാഹിബ് പറഞ്ഞു. ബീർബൽ ബോലെ, ഏസെ സവാലോങ്കി ഏസെ ഹി ജവാബ് ഹോത്തെ. അപ്പോൾ ബീർബൽ എന്താ പറഞ്ഞത്? ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഇങ്ങനത്തെ ഉത്തരങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. പെഹലെ മേരെ ജവാബോങ്കോ ഗലത് സാബിത് കീജിയെ, ആദ്യം എൻ്റെ ഉത്തരങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കൂ, തെളിയിക്കൂ. തബ് ആകെ ബടിയെ, എന്നിട്ട് മുന്നോട്ട് പോകും. ആദ്യം എൻ്റെ ഉത്തരങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾ തെളിയിക്കുക, എന്നിട്ട് മുന്നോട്ട് പോകും. ഖ്വാജ സാഹബ് സെ ഫിർ കുച്ച് ബോൾത്തെ നഹി ബന. ഖ്വാജ സാഹിബിന് പിന്നീട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ബോൾത്തെ നഹി ബന എന്ന് പറഞ്ഞാൽ കുച്ച് ബോൾ നഹി പായ, ഖ്വാജ സാഹിബിന് പിന്നീട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ബീർബൽ തൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട്
ആണ് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ആൻസേഴ്സ് പറഞ്ഞത്. അതിൽ അക്ബർ രാജാവ് സന്തുഷ്ടനായി.